ക്വാഡ്രബിൾ കിരീടങ്ങളുമായി പരിശീലകൻ യൂർഗൻ ക്ലോപ്പിനെ യാത്ര അയക്കാനായിരുന്നു ലിവർപൂളിന്റെ ആഗ്രഹം. എന്നാൽ EFL കപ്പ് നേടിയതൊഴിച്ചാൽ ബാക്കി കിരീട പോരാട്ടങ്ങളിലെല്ലാം ലിവർപൂളിന് കാലിടറി. FA കപ്പിലും യൂറോപ്പ ലീഗിലും ക്വാർട്ടറിൽ പുറത്തായി. ഇപ്പോഴത്തെ പ്രീമിയർ ലീഗിലും കിരീട പോരാട്ടത്തിൽ തുടർ തിരിച്ചടികളുമായി പതറുകയാണ് ലിവർപൂൾ. വിജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ വെസ്റ്റ് ഹാമിനോട് ലിവർപൂൾ സമനില വഴങ്ങി. മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. ഇതോടെ പ്രീമിയർ ലീഗിൽ 3 മത്സരങ്ങൾ മാത്രം ശേഷിക്കെ ലിവർപൂൾ ലീഗിൽ 3-ാം സ്ഥാനത്തായി. 43-ാം മിനിറ്റിൽ ജെറാർഡ് ബോവനിലൂടെ വെസ്റ്റ് ഹാമാണ് ആദ്യം ലീഡെടുത്തത്. ഒറ്റ ഗോൾ ലീഡിൽ ആദ്യ പകുതി അവസാനിച്ചു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ 48-ാം മിനിറ്റിൽ ലൂയിസ് ഡിയസിന്റെ അസിസ്റ്റിൽ റോബർട്ട്സൺ ലിവർപൂളിനൊപ്പം എത്തിച്ചു. 65-ാം മിനിറ്റിൽ ഒരു സെൽഫ് ഗോളിലൂടെ ലിവർപൂൾ ലീഡും നേടി. എന്നാൽ 77-ാം മിനിറ്റിൽ അന്റോണിയോ വെസ്റ്റ് ഹാമിനായി ലക്ഷ്യം കണ്ടതോടെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മത്സരത്തിനിടെ സബ്ബായി ഇറങ്ങാൻ നേരത്ത് സൂപ്പർ താരം സലായും കോച്ച് ക്ലോപ്പും തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതും കാണാനായി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 72% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ച ലിവർപൂൾ 28ഓളം ഷോട്ടുകളാണ് തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. 675 പാസുകൾ 86% കൃത്യതയോടെ ലിവർപൂൾ പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് വെസ്റ്റ് ഹാം തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. സമനിലയോടെ ലീഗിൽ 35 മത്സരങ്ങളിൽ നിന്ന് 75 പോയിന്റുമായി ലിവർപൂൾ 3-ാം സ്ഥാനത്താണ്. ലിവർപൂളിനേക്കാൾ 2 മത്സരങ്ങൾ കുറവ് കളിച്ച സിറ്റി 76 പോയിന്റുമായി 2-ഉം 1 മത്സരം കുറച്ച് കളിച്ച ആഴ്സണൽ 77 പോയിന്റുമായി 1-ാം സ്ഥാനത്തുമാണ്. ഇനി ഇവരെ മറികടന്ന് ലിവർപൂൾ കിരീടം നേടണമെങ്കിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. വെസ്റ്റ് ഹാം 35 മത്സരങ്ങളിൽ 49 പോയിന്റുമായി 8-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.